ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇതുപോലെ ഒരു ഡയറി എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഡയറിയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ജീൻസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നല്ലതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഡയറി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സാധാ പോലെ ഒന്ന് പൊതിയിട്ടെടുക്കാം. പോക്കറ്റ് ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇനി താഴ്വശമെല്ലാം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉൾവശത്തായിട്ട് പേപ്പർ മറിച്ചതിന് ശേഷം അവിടെ വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ തന്നെ തുണി സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി സൂചി വെച്ച് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. ചെറിയ സൂചിയാണ് ഏറ്റവും നല്ലത്. ഒരു 4-5 പീസ് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് വെച്ചൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നൂലിൻ്റെ രണ്ടറ്റവും നമുക്ക് ഒന്ന് വലിച്ച് യോജിപ്പിച്ച് കെട്ടിക്കൊടുക്കണം. നല്ലതുപോലെ ടൈറ്റായി കെട്ടണം കേട്ടോ. ഇപ്പം നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡയറിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ലേസ് വെച്ച്. ഇനി ഫ്ലവറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു തുണിക്കകത്ത് ഇതുപോലെ ഒരു ബട്ടൺ എടുത്തതിന് ശേഷം ഒന്ന് ചുറ്റി കൊടുക്കണം നൂലുകൊണ്ട്. എക്സസ് നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.